കഴിഞ്ഞ 2 ദിവസം ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലുമായിട്ട് റമദാൻ സീരീസ് ചെയ്ത സമയത്ത് എല്ലാവരും ചോദിച്ച ചോദ്യമായിരുന്നു എന്തായിരുന്നു ആ ഡ്രിങ്ക് എന്നുള്ളത്. അപ്പോൾ ആ ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഞാനിവിടെ എടുത്തേക്കുന്നത് ഗ്ലാസ്സിലാണ്, പക്ഷെ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ജഗ്ഗിൽ വേണം എടുക്കാൻ കേട്ടോ. 1 ലിറ്റർ വെള്ളത്തിന് 1/4 കാൽ ഭാഗം ആപ്പിളിൻ്റെ കാൽ ഭാഗം, ബീട്രൂട്ടിൻ്റെ കാൽ ഭാഗം, ഒരു കഷ്ണം ഇഞ്ചി, 5 ഇല പുതിന, 2 ടീസ്പൂൺ അല്ലെങ്കിൽ ടേബിൾ സ്പൂൺ ചിയ സീഡ്സ്. പിന്നെ അടുത്ത ഡ്രിങ്ക് എന്ന് പറയുമ്പോൾ കുക്കുംബർ, ആപ്പിൾ, ജിഞ്ചർ, പുതിന, ചിയ സീഡ്സ്. ഒരു 4 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ ഇൻഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. ഇവിടെ 6:30ക്കാണ് ബാങ്ക് കൊടുക്കുന്നത്. അപ്പോൾ എത്ര മണിക്കൂറൊക്കെ ധാരാളം മതി. ഇതിൽ വന്നിട്ടുള്ളത് കുക്കുംബർ, ജിഞ്ചർ, പുതിന. അങ്ങനെ ഇൻഫ്യൂസ് ചെയ്തിട്ട് മാറ്റി വെക്കാൻ. ഇതെല്ലാം പലതരത്തിലുള്ള ഡ്രിങ്ക്സാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മളെ തേങ്ങാ വെള്ളമാണ് കേട്ടോ. തേങ്ങാ വെള്ളത്തിൽ വലിയ ജീരകമില്ലേ, ആ വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ അതൊന്നും വേണ്ട, വെള്ളത്തിൽ തുളസി ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെതായ ബെനിഫിറ്റ്സ് കിട്ടും. ഒരുപാട് തരത്തിലുള്ള ഇൻഫ്യൂസ്ഡ് ഡ്രിങ്ക്സ് നിങ്ങളിന്ന് പരിചയപ്പെട്ടല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരും അതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ഇൻഫ്യൂസ്ഡ് ഡ്രിങ്ക്സിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രേഷൻ ബൂസ്റ്റ് ചെയ്യാൻ നല്ലതാണ്. നമ്മൾ പകൽ ഫുള്ള് ഫാസ്റ്റിംഗ് ആയിട്ട് വെള്ളം കുടിക്കാതെ ഇരിക്കുകയല്ലേ. അപ്പോൾ നമുക്ക് വെള്ളം കുടിക്കാൻ മടിയുള്ള ആൾക്കാർ, പ്രത്യേകിച്ചും എന്നെ പോലെയുള്ള ആൾക്കാർ കേട്ടോ, എനിക്ക് വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഏറ്റവും നല്ലതാട്ടോ ഇങ്ങനത്തെ ഇൻഫ്യൂസ്ഡ് ഡ്രിങ്ക്സ്. ഇത് ഈ ബീട്രൂട്ടും ആപ്പിളും കൂടെ ഇട്ടത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കേട്ടോ. ഇതിനൊരു സ്വീറ്റ്നെസ് ഉണ്ട്. അപ്പോൾ അത് കാരണം തന്നെ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് എന്താണ് ആ കളറും കൂടെ ഉള്ള കാരണം നമുക്കിങ്ങനെ തോന്നും റൂ ഹഫ്സ പോലത്തെ എന്തോ സാധനം കുടിക്കുകയാണല്ലോ എന്നുള്ളൊരു ഫീലിംഗ് കേട്ടോ. അപ്പോൾ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് അതാണ്. അപ്പം അതെന്താണെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നോക്ക്. അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ നന്നായി വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കൊന്നും കളർ മാറ്റാൻ വേണ്ടിയിട്ട് ഗ്രീൻ കളറൊക്കെ യൂസ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്യൂസ്ഡ് ഡ്രിങ്ക്സ് നമ്മൾ കുടിക്കുന്നത് വഴി നമുക്ക് ഹൈഡ്രേഷൻ ബൂസ്റ്റ് ചെയ്യും. വെള്ളം കുടിക്കാൻ മടിയുള്ള ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം കുടിക്കുമല്ലോ, അപ്പം നമുക്ക് പിറ്റേ ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ള ഹൈഡ്രേഷൻ കിട്ടും. ചില ആൾക്കാർക്ക് നോമ്പൊക്കെ നോറ്റ് കഴിഞ്ഞാൽ ഭയങ്കര തലവേദന ആയിരിക്കും. അതിൽ മെയിനായിട്ട് വരുന്നത് ചിലപ്പോൾ വെള്ളം കുടിക്കാഞ്ഞിട്ടായിരിക്കാം. അതുപോലെ ക്ഷീണം, പല റീസൺസും ഉണ്ട്. അതിൽ ഒരു കാരണം പിന്നെ വെള്ളം കുടിൻ്റെ തന്നെ ആയിരിക്കാം. അപ്പം ഇങ്ങനത്തെ ഡ്രിങ്ക്സ് ആവുന്ന സമയത്ത് നന്നായിട്ട് വെള്ളം കുടിക്കാൻ പറ്റും. പിന്നെ വരുന്നതാണ് ന്യൂട്രീഷൻ റിച്ച് ആണ്. ഇതിലുള്ള എല്ലാ പ്രോപ്പർട്ടീസും അതിലേക്ക് വെള്ളത്തിലേക്കും വരികയല്ലേ. അപ്പം നമ്മൾ ഓരോ സിപ്പ് എടുക്കുന്നതിനനുസരിച്ചിട്ടും അതിൽ ഓരോ തരത്തിലുള്ള പ്രോട്ടീൻസും വൈറ്റമിൻസും ഒക്കെ അതിൽ അടങ്ങിയിട്ടുണ്ട്. ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ജിഞ്ചറൊക്കെ ഉള്ളത് കാരണം ഡൈജഷൻസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഗ്യാസ്ട്രൈറ്റിസ്, അതേപോലെ തന്നെ ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്കൊക്കെ, IBS പോലത്തെ അസുഖങ്ങളുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനത്തെ ഡ്രിങ്ക്സ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൈജഷൻ എൻഹാൻസ് ചെയ്യാനും അത് സഹായിക്കും. പിന്നെ ഇമ്മ്യൂണിറ്റിക്കും സ്കിൻ ഹെൽത്തിനും ഒക്കെ നല്ലതാണ്. പിന്നെ പ്രത്യേകിച്ച് വെയിറ്റ് ലോസ് നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിൽ ചിയ സീഡ്സും കൂടെ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഇതിൽ ഞാൻ നാരങ്ങ യൂസ് ചെയ്യാറില്ല കേട്ടോ. നോമ്പ് കാലമായി കഴിഞ്ഞാൽ നാരങ്ങ ഞാൻ ഒഴിവാക്കും. കാരണം നമ്മൾ പകൽ ഫുള്ള് ഫാസ്റ്റ് ചെയ്ത് നിൽക്കുകയല്ലേ, അപ്പം അസിഡിറ്റി ഇൻക്രീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നോമ്പ് കാലമായി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഡ്രിങ്ക്സ് ഉണ്ടാക്കുന്ന സമയത്ത് നാരങ്ങ മാക്സിമം ഒഴിവാക്കണം കേട്ടോ. പിന്നെ അതേ സമയത്ത് നോമ്പ് കാലം അല്ല എങ്കിൽ ഇങ്ങനത്തെ ഡ്രിങ്ക്സ് ഉണ്ടാക്കിയിട്ട് ഒരു വലിയ കുപ്പിയിൽ ആക്കി വെച്ച് നമ്മൾ പലവട്ടം കുടിക്കുന്നതിനനുസരിച്ച് നമ്മുടെ സ്കിൻ ഹെൽത്തിന് വേണ്ടിയിട്ടൊക്കെ വളരെ നല്ലതാണ്. ഡിറ്റോക്സ് ചെയ്യാൻ ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഫ്യൂസ്ഡ് ഡ്രിങ്ക്സിനുള്ള ഏറ്റവും വരുന്ന ഗുണങ്ങൾ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിയ സീഡ്സ് കഴിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ദിവസം 2 ടേബിൾ സ്പൂൺ ആട്ടോ നമ്മൾ ഒരു ദിവസം കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം നോക്കണം. നല്ലതല്ലേന്ന് വിചാരിച്ചിട്ട് എല്ലാ കാര്യത്തിലും നമ്മൾ എന്ത് ചെയ്യരുത്, ചിയ സീഡ്സ് ഒന്നും ഇടരുത്. 2 ടേബിൾ സ്പൂൺ. പിന്നെ ചിയ സീഡ്സ് ആണെന്നുണ്ടെങ്കിൽ അതും നമുക്ക്
ഹൈഡ്രേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതാണ് അല്ലേ. നമുക്കറിയാം ഇച്ചിരി പോണ ചിയ സീഡ്സ് ആയിരിക്കും, പക്ഷെ അത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വെള്ളമാണ് വലിച്ചെടുത്തിട്ട് പോകുന്നത്. അപ്പം നമ്മുടെ വയറിൽ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ഹൈഡ്രേഷൻ തന്നെയാണ് തരുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു പ്രോപ്പർട്ടിയും കൂടെ ഉള്ളത് കാരണം ചിയ സീഡ്സ് ആവട്ടെ അല്ലെങ്കിൽ നമ്മുടെ കസ്കസ് ആവട്ടെ, അതെല്ലാവരും തന്നെ എന്താണ് നമ്മുടെ റംസാൻ ടൈമിൽ ഹൈഡ്രേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വളരെ നല്ലതായിട്ടുള്ള ഡ്രിങ്കാണ്. പക്ഷെ എന്ത് കാര്യം കഴിക്കുമ്പോഴും അതിനൊരു ലിമിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ലിമിറ്റാണ് 2 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പിന്നെ ഞാൻ ഫോളോ ചെയ്യുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോമ്പ് തുറക്കണ സമയത്ത് 2:4:2 റേഷ്യോയിലാണ് ഞാൻ വെള്ളം കുടിക്കാറ്. നോമ്പ് തുറക്കണ സമയത്ത് 2 ഗ്ലാസ് വെള്ളം, പിന്നെ മഗ്‌രിബിന് ശേഷം രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് 4 ഗ്ലാസ് വെള്ളം, പിന്നെ അത്താഴത്തിന് എഴുന്നേറ്റ ഉടനെ വെള്ളം കുടിക്കുക. ഒരു 1-1.5 ഗ്ലാസ്സൊക്കെ നമുക്ക് ആ സമയത്ത് കുടിക്കാം, എഴുന്നേറ്റ ഉടനെ കേട്ടോ. പിന്നെ നമുക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് കുടിക്കുക. അപ്പോഴേക്കും തന്നെ എന്താണ് 4+2+2 8 ഗ്ലാസ് വെള്ളം നമ്മൾ ഓൾറെഡി ആയല്ലോ. പിന്നെ അഡീഷണലായിട്ട് നമുക്ക് സൂപ്പ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ചായ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ, എനിക്ക് ചായ ഭയങ്കര നിർബന്ധമാണ്. പക്ഷേ നോമ്പായി കഴിഞ്ഞാൽ അൽഹംദുലില്ലാ ഒരു ചായ ഞാൻ കുടിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ രാവിലെ ഞാൻ ചായ കുടിക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ട് ചിലപ്പോൾ മാനസികമായിട്ടുള്ള കുഴപ്പങ്ങളായിരിക്കാം, എന്നാലും ഞാനൊരു കോഫി കുടിക്കും. അത് ബ്ലാക്ക് കോഫിയാണ്, വിത്തൗട്ട് ഷുഗർ കേട്ടോ. അപ്പം അതങ്ങനെ കുടിച്ചങ്ങനെ ശീലിച്ച കാരണം എനിക്കങ്ങനെ തോന്നലാണ്, അയ്യോ ഒന്നും കഴിച്ചില്ലല്ലോ, ചായ കുടിച്ചില്ലല്ലോ എന്നുള്ളത്. മാറ്റിയെടുക്കണം. ഇതേപോലത്തെ പുതിയതായിട്ടുള്ള അപ്ഡേറ്റ്സുകളും ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് പാറ്റേണൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്.